ഒത്തിരി സ്കാം നടക്കുന്നുണ്ട് ഇങ്ങനത്തെ പരിപാടി. കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വിചാരം തന്നെ 10 വെച്ചിട്ട് അവർക്ക് 100 കിട്ടണം. പക്ഷേ പാർട്ട് ടൈം എന്തെങ്കിലും ആയോ? ഇല്ല, ചെയ്യുന്നുണ്ട്. ഇത്ര ഓപ്പർച്യൂണിറ്റി ഉള്ള സ്ഥലം ആയതുകൊണ്ട് ഞാൻ ചോദിച്ചതാട്ടോ. ഹായ് ഫ്രണ്ട്സ്, അബീസിയുടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ വേണ്ട വീഡിയോ നോർത്തംബ്രിയ, നമ്മുടെ ലണ്ടൻ ക്യാമ്പസിലെ നോർത്തംബ്രിയ യൂണിവേഴ്സിറ്റിനെ പറ്റിയുള്ള ഒരു നല്ല അടിപൊളി ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോ ആണ്. അപ്പോൾ ഇന്ന് നമ്മുടെ ഇപ്പോൾ 2 പേരുണ്ട്. ജസ്റ്റ് അവരെ പരിചയപ്പെട്ടിട്ട് നമുക്ക് വീഡിയോയിലോട്ട് പോകാം. എന്ന് പറയാം. എൻ്റെ പേര് ധനുഷ്. ഞാൻ വയനാട്ടിൽ നിന്ന് വരുന്നത്. ഞാൻ അവിടെ MSc ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ടെക്നോളജി കോഴ്സാണ് എടുത്തുള്ളത്. മാസ്റ്റേഴ്സ് അല്ലേ? നാട്ടിലേതായിരുന്നു കോഴ്സ്? ഞാൻ BCA, ബാച്ചലർ ഓഫ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ. എൻ്റെ പേര് ഫഹീം ഫിറോസ്. ഞാൻ പാലക്കാട് എടത്തുനാട്ടുകര എന്ന സ്ഥലത്താണ്. ഞാനിവിടെ നോർത്തംബ്രിയ യൂണിവേഴ്സിറ്റിക്ക് ബാച്ചിലേഴ്സ് BSc ഹോണേഴ്സ് ബിസിനസ് എൻ്റർപ്രൈസ് ആൻഡ് ഇന്നോവേഷൻ മാനേജ്മെൻറ്റാണ് എടുത്തിട്ടുള്ളത്. നാട്ടിലെന്തായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്? ഞാൻ ഇപ്പോൾ അത് BSc ഹോണേഴ്സ് മറ്റേ ഫൈനൽ ഇയർ ആണ്, ജസ്റ്റ് ടോപ്പ് പ്രോഗ്രാം എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ നാട്ടിൽ ബി സ്കൂൾ ഇൻ്റർനാഷണൽ നിന്ന് മലപ്പുറം കോട്ടക്കൽ എന്ന സ്ഥലത്ത് ഇവിടെ ഒരു കോളേജാണ്. അപ്പോൾ 2 ഇയേഴ്സിൻ്റെ കോഴ്സ് ഞാൻ അവിടെ ചെയ്തു. അപ്പോൾ 2 ഇയേഴ്സ് കഴിഞ്ഞിട്ട് 3rd ഇയർ നമ്മൾ വിദേശത്ത് വന്ന് പഠിക്കും. അത് ഇപ്പോൾ UK ആണെങ്കിലും കാനഡ ആണെങ്കിലും ഓസ്ട്രേലിയ അങ്ങനെ പല ഡിഫറെൻറ്റ് കൺട്രീസിൽ അത് അവൈലബിൾ ആണ്. ഓക്കെ, ഞാനൊരു സംശയം ചോദിച്ചോട്ടെ. ഇപ്പം നിങ്ങൾ ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ അവിടെ പഠിച്ചു എന്ന് പറഞ്ഞു, പെട്ടെന്ന് 3rd ഇയർ ഇങ്ങോട്ട് വരുമ്പോൾ ഈ സിലബസ് ആയിട്ട് നിങ്ങൾക്ക് അഡാപ്റ്റ് ചെയ്ത് പോകാൻ പറ്റുന്നുണ്ടാവും? അതെ, ഡെഫിനറ്റ്ലി. അത് ഞങ്ങൾ അവിടെ ചെയ്ത കോഴ്സുകൾ ഇങ്ങനെ സെയിം ലൈക്ക് ഇവിടുത്തെ ഒരു ക്രൈറ്റീരിയ പോലെ തന്നെയാണ് നാട്ടിലും ചെയ്തിരുന്നത്. അതായത് അസൈൻമെൻറ്റ്സ് ആണ് കാര്യമായിട്ടുള്ളത്. ഇപ്പോൾ ഇവിടെ എക്സാമിനേഷൻസ് കുറവാണ്, അസൈൻമെൻറ്റ്സ് ആണല്ലോ മീൻ, അതേപോലെ തന്നെയാണ് അവിടെ ഉള്ളത്. എങ്ങനെയുണ്ട് ശരിക്കും ഈ നോർത്താംബ്രിയ ക്യാമ്പസ് ഫെസിലിറ്റീസ് ഇച്ചിരി കുറവാണ്. പക്ഷേ എന്താ വെച്ചാൽ അതിൻ്റെ റാങ്കിങ് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നോർത്തംബ്രിയ അടിപൊളി ക്യാമ്പസാണ്. ശരിക്കും എന്തുകൊണ്ടാണ് ഈ ഒരു യൂണിവേഴ്സിറ്റി സെലക്ട് ചെയ്യാനുള്ള ഒരു റീസൺ? അത് സെൻട്രൽ ലണ്ടൻ, ദാറ്റ്സ് വൈ. ഇപ്പം സെൻട്രൽ ലണ്ടൻ സെലക്ട് ചെയ്യാനുള്ള റീസൺ എന്തായിരുന്നു? അതായത് ഓപ്പർച്യൂണിറ്റി, ജോബിൻ്റെ ഓപ്പർച്യൂണിറ്റി കാര്യങ്ങളൊക്കെ കൂടുതലാണ്. അപ്പോൾ ഇവിടെ വന്നിട്ട് ഇപ്പോൾ എത്ര ആളായി? ഞാൻ ഇപ്പോൾ വന്നിട്ട് ഇപ്പോൾ 20 ദിവസമായി. പാർട്ട് ടൈം എന്തെങ്കിലും ആയോ? ഇല്ല, ചെയ്യുന്നുണ്ട്. ഇത്ര ഓപ്പർച്യൂണിറ്റി ഉള്ള സ്ഥലം ആയതുകൊണ്ട് ഞാൻ ചോദിച്ചതാട്ടോ. എന്താണ് നോർത്താംബ്രിയനെ പറ്റി പറയാനുള്ള? നോർത്തംബ്രിയ യൂണിവേഴ്സിറ്റിയെ പറ്റി പറയുകയാണെങ്കിൽ റാങ്കിങ് വൈസാണ് ഞാനത് ചൂസ് ചെയ്തത്. അപ്പോൾ അതിൽ നോർത്തംബ്രിയ ലൈക്ക് ഓൾമോസ്റ്റ് ഒരു നല്ലൊരു റാങ്കിങ്ങിലാണ്. പിന്നെ ഇതിനൊരു ചെറിയൊരു നെഗറ്റീവ് ഫീൽ എന്താ വെച്ചാൽ ഒരു ചെറിയൊരു യൂണിവേഴ്സിറ്റി പോലെയാണ്. അതായത് ഇത് ബൈ ക്യാമ്പസാണ്. മെയിൻ ക്യാമ്പസ് ന്യൂ കാസലിലാണ് വരുന്നത്. അപ്പോൾ ലണ്ടനിലായതുകൊണ്ട് ചെറിയൊരു യൂണിവേഴ്സിറ്റി ആയതുകൊണ്ട് അങ്ങനെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ പറ്റില്ല. പക്ഷെ പുറത്ത് ലണ്ടൻ ആയതുകൊണ്ട് നമുക്ക് കംപ്ലീറ്റ്ലി ഇങ്ങനെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. ഓക്കെ, പിന്നെ എങ്ങനെയുണ്ട് ഇവിടുത്തെ ഒരു ഫീസും കാര്യങ്ങളെല്ലാം? എനിക്ക് ഫീസ് വന്നിട്ടുള്ളത് 19 ലക്ഷമാണ് വന്നുള്ളത്. അതിൽ സ്കോളർഷിപ്പ് കഴിഞ്ഞിട്ട് 14 ലക്ഷത്തിൻ്റെ അടുത്തിട്ടുണ്ടാകും. എത്രത്തോളം മലയാളിയുടെ ഒരു ഗ്രൂപ്പുണ്ട്? അതായത് ഇപ്പം നമ്മളെവിടെ പോയാലും അത്യാവശ്യം എല്ലാവരും പറയാറുണ്ട്, ഇവിടെ TCIDക്ക് ആണെങ്കിൽ ഓൾമോസ്റ്റ് 85% മലയാളീസാണ് പറയാറുണ്ട്. ഈ യൂണിവേഴ്സിറ്റിനെ പറ്റി എന്താണ് പറയാനുള്ളത്? സംശയമൊന്നുമില്ല. ഇപ്പോൾ ഏകദേശം എല്ലാ യൂണിവേഴ്സിറ്റി ഞാനിപ്പോൾ നല്ലോണം റിസർച്ചൊക്കെ ചെയ്തിട്ടാണ് ഈ യൂണിവേഴ്സിറ്റി എടുത്തത്. അപ്പോൾ എൻ്റെ ഒരു എക്സ്പെക്റ്റേഷൻ എന്താണെന്ന് വെച്ചാൽ ഒരു ജർമ്മൻ, ഒരു ഇറ്റാലിയൻ, ഒരു ഫ്രഞ്ച് ഫ്രണ്ടൊക്കെ ആയിരിക്കും എന്നുള്ളൊരു ഇതായിരുന്നു എൻ്റെത്. പക്ഷേ കംപ്ലീറ്റ്ലി ഇന്ത്യൻസാണ് കൂടുതൽ. പിന്നെ ശ്രീലങ്കക്കാർ വരുന്നുണ്ട്, നൈജീരിയക്കാർ, അങ്ങനെ ഒരു ഇതാണ്. പിന്നെ ഈ UK-കാരെന്നൊക്കെ ചോദിക്കുകയാണെങ്കിൽ കുറച്ച് പേരുള്ളൂ, വളരെ കുറച്ച് പേരുള്ളൂ ഉള്ളത്. പിന്നെ മലയാളി ടീം ഇഷ്ടംപോലെ ഉണ്ട് അവിടെ. ഇവിടെ വന്നിട്ട് എങ്ങനെയുണ്ട് ഒരു അക്കോമഡേഷനും കാര്യങ്ങളൊക്കെയും എങ്ങനെയായിരുന്നു? സെർച്ച് ചെയ്യാൻ എങ്ങനെയായിരുന്നു അതൊരു, അതായത് ഇനി വന്നവർക്കാണെങ്കിലും എന്തൊക്കെ ടിപ്സാണ് പറഞ്ഞു കൊടുക്കാനുള്ളത്? അക്കോമഡേഷൻ്റെ കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല എക്സ്പെൻസ് ആണ്, അത്യാവശ്യം നല്ല പൈസ വരുന്നുണ്ട്. ഞാൻ അങ്ങോട്ട് വന്ന സമയത്ത് ഞാൻ ടെമ്പററി ആയിട്ടൊരു 10 ദിവസത്തെ അതിൽ എടുത്തിട്ടുണ്ടായിരുന്നു. അതിന് തന്നെ ഏകദേശം ഒരു 200 പൗണ്ടിൻ്റെ അടുത്ത് വന്നിട്ടുണ്ടായിരുന്നു 10 ദിവസത്തേക്ക്. പിന്നെ ഇവിടെ വന്നതിന് ശേഷം ഞാൻ പിന്നെ സെർച്ച് ചെയ്ത് പിന്നെ കുറേ നോക്കി ഒന്നും കിട്ടിയില്ല. ഏകദേശം ഒരു 350 to 400 ആണ് ഒരു ബെഡ് സ്പേസിന് പറയുന്നത്. ഏകദേശം ബാത്റൂമും കിച്ചണും കിച്ചണൊന്നും ഇല്ല, അതൊക്കെ സെപ്പറേറ്റ് ആയിരിക്കും. പക്ഷേ ഒരു ബെഡ് സ്പേസ്, അതായത് അങ്ങനെ ഒരു ബെഡ് സ്പേസിനാണ് ഈ റേറ്റ് വരുന്നത്. 350 പൗണ്ട് വരുന്നുണ്ട് ഏകദേശം. ഫൈമിൻ്റെ അവസ്ഥയല്ല. ഞാൻ ഇവിടെ 24th മെയ്
വന്നതാണ്. അപ്പോൾ ഒരു 10 days ഞാൻ ലോഡ്ജ് എടുത്തിട്ടുണ്ടായിരുന്നു. കാരണം എനിക്ക് മറ്റേ അക്കോമഡേഷൻ നമ്മൾ ഇപ്പോൾ നേരിട്ട് ഒരു വീഡിയോ കാണുമ്പോൾ നമ്മളെ എക്സ്പെക്റ്റേഷൻ എന്താ അതേപോലെ തന്നെ ഇരിക്കുന്നതാണ്. നേരിട്ട് കാണുമ്പോൾ അതിൻ്റെ ആ വ്യൂയിങ് കണ്ടാലുള്ള നമുക്ക് മനസ്സിലാവുക സത്യത്തിൽ ഇങ്ങനെയാണെന്ന്. അപ്പോൾ ഒരു 10 days ലോഡ്ജ് എടുത്തു. അത് കഴിഞ്ഞിട്ട് ഒരു ഏജൻറ്റ് ത്രൂ ഒരാളെ ഇങ്ങനെ പരിചയമുണ്ട്. അപ്പോൾ ആളവിടെ ഇങ്ങനെ സംസാരിച്ചിട്ട് നേരിട്ട് വ്യൂവിന് പോയിട്ട് അങ്ങനെ ഒരു അവിടെ മാനർ പാർക്ക് എന്നുള്ള സ്ഥലത്ത് നിന്ന് ഞാൻ ഒരു അക്കോമഡേഷൻ എടുത്തു. ഇപ്പോൾ നല്ല ഫ്രണ്ട്ലി ആയിട്ട് എല്ലാവരും സ്നേഹത്തോടൊക്കെ പെരുമാറും. ശരിക്കും UK എന്ന് പറയുന്ന സ്ഥലത്തിൽ ഒത്തിരി സ്കാംസ് നടക്കാറുണ്ട്. ഇപ്പം നിങ്ങളിപ്പോൾ വന്നപ്പം നിങ്ങൾക്ക് എങ്ങനെയാണ് ശരിക്കും UK എന്നുള്ള രാജ്യത്തെ നിങ്ങൾ നോക്കി കാണുന്നത്? അതായത് UK ഒന്നാമത് ലൈക്ക് ഈ എഡ്യൂക്കേഷൻ്റെ കാര്യത്തിൽ ഏറ്റവും ബെസ്റ്റ് കൺട്രി, വൺ ഓഫ് ദ ബെസ്റ്റ് കൺട്രി UK തന്നെയാണ്. കാരണം ഇപ്പോൾ ഈ റാങ്ക് വൈസിൽ എത്രയോ യൂണിവേഴ്സിറ്റി, ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി, കാംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റി, അങ്ങനെ ഇഷ്ടംപോലെ നല്ല നല്ല യൂണിവേഴ്സിറ്റീസൊക്കെ ഉണ്ട്. അപ്പോൾ എഡ്യൂക്കേഷൻ്റെ കാര്യത്തിൽ മാത്രമാണ് ഞാൻ ഇപ്പോൾ ഇത് ചൂസ് ചെയ്യുന്നത്. കാരണം അപ്പോൾ എഡ്യൂക്കേഷൻ്റെ കാര്യത്തിൽ ഒരു സംശയമില്ല, UK അടിപൊളി തന്നെയാണ്. പിന്നെ ഞാൻ ലണ്ടൻ പ്രിഫർ ചെയ്തത് വേറെ ഒന്നും ഉണ്ടല്ല, ലണ്ടനിലാണ് കാഴ്ചകളൊക്കെ കൂടുതലും. അല്ല, എൻ്റെ പെർസ്പെക്റ്റീവിൽ അങ്ങനെയാണ് എനിക്ക് എൻ്റെ ഒരു തോന്നൽ. എങ്ങനെയാണ് UK വന്ന് പഠിക്കുന്നത് ഒരു വർത്തായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടോ? വെറുത്താണ്, പക്ഷേ ജോബ് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. പക്ഷെ കിട്ടും, നമ്മൾ നല്ലോണം ട്രൈ ചെയ്യണം, എന്നാൽ എന്തായാലും വർക്ക് കിട്ടും. നോർത്തംബ്രിയ നോക്കണവർക്കായിട്ട് എന്താണ് അതിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി ആയിട്ട് എടുത്ത് പറയാനുള്ളത്? നോർത്തംബ്രിയൻ്റെ എന്താ വെച്ചാൽ ഇപ്പോൾ ഞങ്ങൾ കുറച്ച് ഒരു 2-3 വീക്സ് ആയിട്ടുള്ളൂ ഇപ്പോൾ ക്ലാസ്സൊക്കെ തുടങ്ങിയിട്ട്. എൻ്റെ ഒരു ഒപ്പീനിയൻ എന്താണെന്ന് വെച്ചാൽ ഇവർ പഠിപ്പിക്കുന്ന കാര്യത്തിൽ നല്ല സൂപ്പറായിട്ട് നല്ല പ്രൊഫസേഴ്സും ടീച്ചേഴ്സും ഒക്കെയാണെന്ന് എനിക്ക് തോന്നിയ ഒരു കാര്യമാണ്. അവർ നന്നായി പഠിപ്പിക്കുന്നുണ്ട്. നമ്മൾ പോർട്ടലിൽ കയറിയ ഡേറ്റ് എപ്പോഴാണ് ഒക്കെ അവർ ഡീറ്റെയിൽ ആയിട്ട് A to Z വരെ അങ്ങനെ പറഞ്ഞു തരും. അത് എനിക്ക് ഒരു സംശയമില്ല, നല്ല അടിപൊളിയായിട്ട് തന്നെയാണ്. അപ്പോൾ അതും പിന്നെ നമ്മുടെ ഫ്രണ്ട്സ്, കാര്യമായിട്ട് ഫ്രണ്ട്ഷിപ്പാണ് ഞാനിവിടെ നോക്കുന്നത്. അപ്പോൾ ഫ്രണ്ട്ഷിപ്പിൻ്റെ കാര്യത്തിൽ സംശയമില്ല, നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഗ്യാങ്ങും ഒക്കെ ഉണ്ട്. അപ്പോൾ ഇതുവരെ അങ്ങനെ ഒരു ബുദ്ധിമുട്ടൊന്നും തോന്നിയിട്ടില്ല. ഇപ്പം UK വന്നിട്ട് ഉണ്ടായ ഒരു മോശം അവസ്ഥ, ഇപ്പം ഞാനായിട്ട് സംസാരിച്ചുകൊണ്ട് വന്നപ്പോൾ ബ്രോഡ് ഒരു കാര്യങ്ങൾ പറഞ്ഞില്ല, ആ ഒരു മോശം അവസ്ഥേനെ പറ്റി ഒന്ന് പറയാമോ? മോശം അവസ്ഥ പറഞ്ഞത് ഒരുപാട് സ്കാമും കാര്യങ്ങളൊക്കെ ഇവിടെ നടക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ഞാനിങ്ങനെ ഈസ്റ്റ് ഹാം സ്റ്റേഷനിൽ പോയ സമയത്ത് അവിടെ ഈ ചൂതാട്ടല്ലേ നമുക്ക് പറയുന്നത്, അങ്ങനത്തെ ഒരു ടീംസ് അവിടെ വന്നിട്ട് ഫേക്കായിട്ട് കളിക്കുന്നുണ്ട്. അവരുടെ ടീം തന്നെ ഏകദേശം ഒരു 4-5 പേര് ഉണ്ട്. അവരെന്നെ പൈസ വെക്കും, എടുക്കും, അവർക്ക് അടിക്കുന്നതായിട്ട് അവരിങ്ങനെ കാണിക്കും. എന്താ വെച്ചാൽ ശരിക്കും അത് ഫേക്കാണ്, അങ്ങനെയല്ല. പക്ഷെ നമ്മളത് കാണുമ്പോൾ നമ്മൾക്ക് എല്ലാവർക്കും കിട്ടുന്നുണ്ടെന്ന് വിചാരിച്ച് നമ്മൾ പോയിട്ട് പൈസ ഇടും, പക്ഷെ നമുക്ക് കിട്ടില്ല. അവർ അത് ഫേക്കായിട്ട് അവർ തന്നെ ചെയ്യും. ഇതിനു മുമ്പ് നമ്മുടെ ഒരു വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ക്യാസിനോടെ കാര്യമാണെങ്കിലും. പക്ഷെ ഒത്തിരി സ്കാം നടക്കുന്നുണ്ട് ഇങ്ങനത്തെ പരിപാടി. കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വിചാരം തന്നെ 10 വെച്ചിട്ട് അവർക്ക് 100 കിട്ടുന്നു, പക്ഷെ അത് അവരുടെ ടീം തന്നെ വന്ന് സെറ്റ് ചെയ്ത് ചെയ്യണതാണ്. ബ്രോൻ എന്തെങ്കിലും ഇവിടെ വന്നിട്ട് ഒരു മോശം സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ടോ? സെയിം ആൻസർ. ഇപ്പോൾ ഞാനും ഏകദേശം അടുത്തുള്ളൊരു അക്കോമഡേഷൻ തന്നെയാണ്. അപ്പോൾ ഞങ്ങൾ കൂടുതലൊക്കെ ഒരുമിച്ചൊക്കെ തന്നെയാണ് പോകാറ്. അപ്പോൾ അതേപോലത്തെ ഒരു സംഭവം തന്നെയാണ് എനിക്ക് ലൈക്ക് ഒരു ബാഡായിട്ടുള്ള ഫീൽ ആയിട്ടില്ല. പിന്നെ എന്താ പറയുക, ക്ലൈമറ്റ് പിന്നെ പറയണ്ട, ഇപ്പോൾ സമ്മർ ടൈമാണെന്നൊക്കെ പറയുന്നുണ്ട്, പക്ഷേ ശരിക്കും നല്ല തണുപ്പാണ് ഇവിടെ. അപ്പോൾ പിന്നെ വിൻ്ററിൻ്റെ അവസ്ഥ എന്താ അറിയില്ല, നല്ല തണുപ്പും ബുദ്ധിമുട്ട് അത് ഫേസ് ചെയ്യേണ്ടി വരും.